കൃഷിക്കാർക്ക് അവരുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും മെഷീനറീസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കൃഷിക്കാർ, വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത, അധികം സ്ഥലമില്ലാത്ത ചെറിയ കൃഷിക്കാരാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളവർ. അതായത് അവർക്ക് വലിയൊരു മെഷീനറി അഫോർഡ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്രയും വലിയ മെഷീനറിയുടെ ആവശ്യം ഉണ്ടാവാറില്ല. അതായത് ചെറിയൊരു 5 സെന്റ് അല്ലെങ്കിൽ 6 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്കൊന്നും വലിയ ട്രാക്ടറിൻ്റെയോ ടില്ലറിൻ്റെയോ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള ചെറിയ കർഷകർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു മെഷീനറിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അഗ്രി വിത്ത് വർമ്മയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ VST എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇഗ്നിറ്റോ എന്ന് പറഞ്ഞ ഒരു പവർ ടില്ലറിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ആ വീഡിയോ പോയി കാണാം. നമ്മൾ ഇന്ന് VSTയുടെ തന്നെ വേറൊരു പവർ വീഡർ, അതായത് അത്രയും വലിയ 9 HP ടില്ലറിന്റെ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ ഒരു പവർ വീഡറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. VSTയുടെ തന്നെ FT50GE എന്ന് പേരിട്ട 5.5 HP പവർ ഔട്ട്പുട്ട് തരുന്ന ഒരു കിഡിലൻ ജിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഞാൻ ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് കമൻസുകൾ വന്നിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ വില എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനൊരു വീഡിയോ FT50Gയെ പറ്റി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചത്. കർഷകർക്കും സ്മാർട്ട് ആയിട്ടുള്ള മെഷീനറീസ് കൊടുക്കാൻ വേണ്ടി VST എന്ന് പറയുന്ന ബ്രാൻഡ് ഏകദേശം 2 HP മുതൽ 8 HP വരെ പല റേഞ്ചിലുള്ള വീഡറുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് FT50GE. FT50 എന്ന് പറയുന്ന വീഡർ ഓൾറെഡി ഉണ്ട്, അതേപോലെ തന്നെയാണ് FT50GE. ഈ 2 വീഡറുകൾ തമ്മിലും വ്യത്യാസങ്ങൾ ഒരുപാടാണ്. അതിൻ്റെ രണ്ടിൻ്റെയും പവർ ഔട്ട്പുട്ട് വരുന്ന 5.5 HP ആണെങ്കിൽ കൂടി ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്. പറമ്പിലൂടെയൊക്കെ ഉരുട്ടി നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി, അതേപോലെ ഈ കുരുമുളക് വള്ളി, അതുപോലുള്ള ചെറിയ ചെറിയ സ്പൈസസ്, പിന്നെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ സുഗമമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെഷീനറിയാണ് FT50GE. VST അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാലിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കവറിങ് അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. മഡ് ഗാർഡ് പോലെ ഒരു കവറിങ് വരെ വരുന്ന ഒരു വണ്ടിയാണ് FT50GE. ഞാൻ പറഞ്ഞു 5.5 HP പവറുണ്ട്, കാലിലേക്ക് തെറിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ, മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഡ് ഗാർഡ് വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലേഡ്, എല്ലാ സമയവും ബ്ലേഡ് ഇട്ട് വണ്ടി ഓടിക്കണം എന്നുള്ള രീതിയിലല്ല, 2 വീൽ അറേഞ്ച്മെന്റ്സ് അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇന്റർലോക്ക് പോലുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ പവർ ഔട്ട്പുട്ട് കൂടുതലാവണ്ട എന്നുള്ള രീതിയിലായിരിക്കണം അവരൊരു വീല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡുവൽ ക്ലച്ചാണ് വണ്ടി വരുന്നത്. വർക്കിംഗ് ക്ലച്ചും അല്ലാണ്ട് നോർമൽ ക്ലച്ചും വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വർക്കിംഗ് ക്ലച്ച് വരുമ്പോൾ പവർ കൂടുതൽ ട്രാൻസ്മിഷൻ യൂണിറ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്ലച്ചാണ് നമ്മൾ ഈ ഉഴുതുമറിക്കുന്ന സമയത്തും അല്ല നമ്മൾ നോർമലായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ സാധാരണ നോർമൽ ക്ലച്ച് യൂസ് ചെയ്താൽ മതി. പറഞ്ഞതുപോലെ തന്നെ ഗിയർ ട്രാൻസ്മിഷൻ യൂണിറ്റുകളാണ് ഈ വണ്ടിക്ക് VST പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5.5 HP പവറിൽ ഒരു തുള്ളി പോലും ചോരാതെ കൃത്യമായി അതിൻ്റെ പ്ലോവിങ് അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു ശക്തി മറ്റുള്ള മെഷീനറികൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് ആവുമ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ഗിയർ ഡ്രൈവിന് ആ എനർജി ലോസ് വരത്തില്ല. ഒന്നാമത്തെ കീ പോയിന്റ് ആണത്. രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ കൃത്യമായ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. 3 വെയ്റ്റ്ലെസ് ആണ്. നമുക്കൊരു കാറിൻ്റെ ഉള്ളിലൊക്കെ സുഖമായി വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറിയാണ് FT50GE. അത്രയും സ്പേസ്, ഒരു ഡിക്കിയുടെ സ്പേസ് ഒക്കെ മതി ആ വണ്ടിക്ക് ട്രാവൽ ചെയ്യാൻ. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം നമുക്ക് 2.5 മണിക്കൂർ വരെ പ്രവർത്തിപ്പിക്കാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതുവരെ പ്രവർത്തിച്ചതിൽ 2 മണിക്കൂർ വരെ എനിക്ക് പേഴ്സണലി എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ മൈലേജ് കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് കൃത്യമായി ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൃത്യമായി ഈ വീഡിയോയിൽ ഞാൻ ഇന്ന മെഷീനറികളെ പറ്റി സംസാരിക്കുന്നത്. എനിക്ക് ഉപയോഗിച്ച് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നുള്ളൂ. അറ്റാച്ച്മെന്റ്സ് നമുക്ക് ഈ FT50G എന്ന് പറയുന്ന വീഡറുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മോട്ടോർ പമ്പുകൾ, സ്പ്രേയർ, കേജ് വീൽ, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇത്രയും അറ്റാച്ച്മെന്റ്സ് ഉൾക്കൊള്ളാവുന്ന മറ്റൊരു വീഡർ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. കാരണം ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ മാർഗമുള്ളൂ. കാരണം എൻ്റെ അറിവിൽ ഇത്രയും കൂടുതൽ അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡർ നിലവിൽ ലഭ്യമല്ല. എൻ്റെ അറിവിലാട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എൻ്റെ അറിവിൽ ഈ ഒരൊറ്റ വീഡറാണ് ഇത്രയും അറ്റാച്ച്മെന്റ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പവർ ഔട്ട്പുട്ട് വരുന്ന ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ് VSTയുടെ FT50G. പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്കാൾ കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ VSTയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ VSTയുടെ ഹെഡിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. FT50Gയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.